എന്താണ് ജി എസ് ടിയിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്? എന്നാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് റിവേഴ്സ് ചെയ്യേണ്ടത്? എങ്ങനെയാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് റിവേഴ്സ് ചെയ്യേണ്ടത്? ജി എസ് ടിയിൽ ഇൻപുട്ട് ടാക്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ജി എസ് ടിയിൽ രണ്ട് തരം ടാക്സുകളാണ് നമ്മൾ സാധാരണയായിട്ട് പറയുക. ഒന്ന് ഔട്ട്പുട്ട് ടാക്സ്, പിന്നൊന്ന് ഇൻപുട്ട് ടാക്സ്. ഔട്ട്പുട്ട് ടാക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സെയിൽ ചെയ്യുന്ന സമയത്ത് കളക്ട് ചെയ്യുന്ന ടാക്സിനെയാണ് ഔട്ട്പുട്ട് ടാക്സ് എന്ന് പറയുക. ഇനി ഇൻപുട്ട് ടാക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് കൊടുക്കുന്ന ടാക്സിനെ വിളിക്കുന്ന പേരാണ്. അപ്പോൾ സെയിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ കളക്ട് ചെയ്യുന്ന ടാക്സിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുത്ത ടാക്സിനെ കുറച്ചിട്ട് ബാലൻസ് എമൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളിത് അടയ്ക്കേണ്ട ആവശ്യമുള്ളൂ റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അങ്ങനെ ബാലൻസ് അടയ്ക്കുമ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് കൊടുത്ത ടാക്സിനെ തട്ടിക്കിഴിക്കുമ്പോൾ അതിനെ പറയുന്ന പേരാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ എന്ന്. ഇനി നമ്മൾ ഈ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് യൂട്ടിലൈസേഷനെ കുറിച്ച് പറഞ്ഞല്ലോ. ഈ ഇൻപുട്ട് ടാക്സിൽ എലിജിബിളായ ഇൻപുട്ട് ടാക്സ് ഉണ്ട്, ഇൻഎലിജിബിളായ ഇൻപുട്ട് ടാക്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും രീതിയിൽ പർച്ചേസുകൾ നടത്തുകയാണെങ്കിൽ അതിന് വേണ്ടി കൊടുക്കുന്ന ടാക്സിനെല്ലാം നമുക്ക് എലിജിബിൾ ആയ ടാക്സ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, ഞാൻ ഒരു തുണിക്കട നടത്തുന്ന ഒരാളാണെങ്കിൽ തുണി വിൽക്കുന്നു, റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ വിൽക്കുന്നു. അപ്പോൾ ഈ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ഈ റെഡിമെയ്ഡ് തുണിത്തരങ്ങൾ വാങ്ങിയിട്ട് അതാണല്ലോ ഞാൻ വിൽക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇത് വാങ്ങാൻ കൊടുക്കുന്ന ടാക്സ് തീർച്ചയായിട്ടും എലിജിബിൾ ആണ്. പക്ഷേ ഈ തുണിക്കട നടത്തുന്ന ഞാൻ എൻ്റെ വീട്ടിലൊരു വാഷിംഗ് മെഷീൻ മേടിക്കുകയാണെങ്കിൽ ആ വാഷിംഗ് മെഷീനും വിൽക്കുന്ന കടക്കാരന് ജി എസ് ടി ഉണ്ടാകുമായിരിക്കാം, കൊടുക്കുന്ന എനിക്കും ജി എസ് ടി ഉണ്ടാകുമായിരിക്കാം. കൊടുക്കുന്ന ഞാൻ വിത്ത് ജി എസ് ടി ആയിരിക്കും ഈ വാഷിംഗ് മെഷീൻ്റെ വിലയായിട്ട് കൊടുക്കുന്നത്. നമ്മുടെ തുണിക്കടയുടെ ജി എസ് ടി നമ്പർ ഉപയോഗിച്ച് തന്നെ നമ്മളിത് പർച്ചേസ് ചെയ്യും. പക്ഷേ ഇതിന് നമുക്ക് എലിജിബിലിറ്റി ഉണ്ടോ? ഇല്ല. കാരണം ഇത് നമ്മളുടെ ബിസിനസിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട്, അതായത് ഫർദറൻസ് ഓഫ് ബിസിനസ് എന്ന് പറയുന്ന ഒരു വേർഡാണ് അവിടെ യൂസ് ചെയ്യുന്നത്. നമ്മളുടെ ബിസിനസിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല ഈ പർച്ചേസുകൾ. അതുകൊണ്ട് തന്നെ ഇത് ഇൻഎലിജിബിൾ ITC എന്നാണ് പറയപ്പെടുന്നത്. ഇനി മറ്റൊരു എക്സാമ്പിൾ കൂടെ പറയാം. നമ്മൾ ഒരു കാറ് വാങ്ങുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ബിസിനസ്സുകാരൻ തന്നെയാണെങ്കിൽ ഞാനൊരു കാറ് വാങ്ങുകയാണ്. ആ കാറ് എൻ്റെ ബിസിനസിന്റെ അഭ്യുന്നതിക്ക് വേണ്ടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതായത് ഞാൻ തുണിത്തരങ്ങൾ കടകൾ തോറും കൊണ്ട് വിൽക്കാൻ വേണ്ടിയാണ് ഈ കാർ ഉപയോഗിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ഈ കാറിന് വേണ്ടി ഞാൻ കൊടുക്കുന്ന ടാക്സ് എലിജിബിൾ ആണ്. കൊടുക്കുന്ന ടാക്സ് എനിക്ക് എലിജിബിൾ ആണ്. കാരണം അത് ബിസിനസ്സിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണ്. അതേസമയം ഇതേ കാർ ഞാൻ വാങ്ങുന്നത് എൻ്റെ ഫാമിലിക്കും എനിക്കും എൻ്റെ പേഴ്സണൽ യൂസിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് തീർച്ചയായും ഇൻഎലിജിബിൾ ITC ആണ്. അപ്പോൾ ഇത് രണ്ടും കൃത്യമായി തരംതിരിച്ച് കാണണം GST ഡിപ്പാർട്ട്മെന്റിന്റെ മുമ്പിൽ എന്നതാണ് ഇത് വ്യക്തമാക്കുന്നത്. നമ്മൾ GST റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ GST നമ്പർ ഉപയോഗിച്ച് വാങ്ങിയ ഓരോ പർച്ചേസുകളും നമ്മൾക്ക് സെയിൽ ചെയ്ത ആളുകൾ അതാത് മാസം കഴിഞ്ഞ് പിന്നത്തെ മാസം 11-ാം തീയതിക്ക് മുമ്പ് അവരുടെ സെയിൽസ് ഡീറ്റെയിൽസ് ഡിക്ലെയർ ചെയ്താൽ, എന്ന് വെച്ചാൽ ടെക്നിക്കലി പറഞ്ഞാൽ അവരുടെ GSTR1 എന്ന റിട്ടേൺ ഫയൽ ചെയ്താൽ നമ്മളുടെ GST സൈറ്റിനകത്ത് 2B GSTR2B എന്ന പേരിൽ നമ്മുടെ പർച്ചേസുകളെല്ലാം അവിടെ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവുമായിരിക്കാം. ഇതിനകത്ത് നമുക്ക് എലിജിബിളായ ഇൻപുട്ട് ടാക്സുകൾ ഉണ്ടാവുമായിരിക്കാം, ഇൻഎലിജിബിൾ ആയതും ഉണ്ടായിരിക്കാം. അതായത് നമ്മളുടെ GST നമ്പർ കൊടുത്ത് ഏതൊക്കെ പർച്ചേസുകൾ നടത്തിയിട്ടുണ്ടോ ആ എല്ലാ പർച്ചേസുകളും അവിടെ നിരന്ന് കിടപ്പുണ്ടാവുമായിരിക്കും. ഇതിൽ ഏത് പർച്ചേസ് യൂട്ടിലൈസ് ചെയ്യാം, ഏത് പർച്ചേസ് യൂട്ടിലൈസ് ചെയ്യണ്ട എന്നത് നമ്മൾ കൃത്യമായി കണക്ക് കൂട്ടി നമ്മളുടെ ബിസിനസ്സിലേക്ക് വേണ്ടതായ ഇൻപുട്ടുകൾ മാത്രം യൂട്ടിലൈസ് ചെയ്യുക. ബിസിനസ്സുമായി ബന്ധമില്ലാത്ത ഇൻപുട്ടുകളെല്ലാം തിരിച്ചു കൊടുക്കാനും നമ്മൾ ബാധ്യതയുള്ളവരാണ്. ഇങ്ങനെ നമുക്ക് എലിജിബിലിറ്റി ഇല്ലാത്ത ടാക്സിനെ, GSTയെ, ഇൻപുട്ട് ടാക്സിനെ തിരിച്ചു കൊടുക്കുന്നതിനെയാണ് ഇൻഎലിജിബിൾ ITC റിവേഴ്സൽ എന്ന പേരിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ GST റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് എലിജിബിളായ ടാക്സും ഇൻഎലിജിബിളായ ടാക്സും എല്ലാം സൈറ്റിൽ കിടക്കുന്നുണ്ടാവുമായിരിക്കാം. എന്ന് വെച്ചാൽ നമ്മൾക്ക് എലിജിബിളായ ടാക്സിനകത്തുനിന്ന് ഒരു ചെറിയ പോർഷൻ മാത്രമേ ചിലപ്പോൾ നമുക്ക് ഇപ്രാവശ്യം യൂട്ടിലൈസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവുള്ളൂ. അതും അല്ലെങ്കിൽ അതിൻ്റെ ബാലൻസും, നമുക്ക് ഇൻഎലിജിബിൾ ആയിട്ടുള്ള എമൗണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും, ഇതെല്ലാം നമ്മളുടെ GST സൈറ്റിൽ ക്രെഡിറ്റ് ലെഡ്ജർ എന്ന ഒരു പോർഷനിൽ അവിടെ ക്യുമുലേറ്റ് ചെയ്ത് ഇങ്ങനെ കിടപ്പുണ്ടാവുമായിരിക്കും. ഈ ക്യുമുലേറ്റ് ചെയ്ത് കിടക്കുന്ന ആ എമൗണ്ടിൽ നമുക്ക് എലിജിബിൾ ആയിട്ടുള്ള എമൗണ്ട് ഇനിയും നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇൻഎലിജിബിൾ ആയിട്ടുള്ള എമൗണ്ടിനെ നമുക്ക് തിരിച്ചു കൊടുക്കേണ്ടതുണ്ട്.
ഇങ്ങനെ നമ്മളുടെ സൈറ്റിൽ കിടക്കുന്ന ഈ എമൗണ്ടിൽ, അതായത് ഈ ഇൻപുട്ട് ടാക്സ് അല്ലെങ്കിൽ ക്രെഡിറ്റ് ലെഡ്ജറിൽ കിടക്കുന്ന എമൗണ്ടിനെ ഓരോ ഫിനാൻഷ്യൽ ഇയർ കഴിയുമ്പോഴും അടുത്ത ഫിനാൻഷ്യൽ ഇയറിൽ സെപ്റ്റംബർ 30 മുമ്പേ തന്നെ നമ്മൾ ഉപയോഗിക്കേണ്ടതാണ്, എന്ന് വെച്ചാൽ യൂട്ടിലൈസ് ചെയ്യേണ്ടതാണ്. അങ്ങനെ യൂട്ടിലൈസ് ചെയ്തില്ല എങ്കിൽ സെപ്റ്റംബർ 30 കഴിഞ്ഞാൽ പിന്നീട് ഇതിനെ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കില്ല എന്നാണ് GST റൂള്, GST ആക്ട് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനിയുള്ള ആ ബാലൻസ് എമൗണ്ടുകൾ എന്തൊക്കെയാണോ വരുന്നത്, അല്ലെങ്കിൽ ബാലൻസ് എമൗണ്ടുകൾ എന്തൊക്കെയാണോ ക്രെഡിറ്റ് ലെഡ്ജറിൽ കിടക്കുന്നത്, ആ ടാക്സിനെ മുഴുവനും നമുക്ക് ഇനെലിജിബിളായി തന്നെ കൺസിഡർ ചെയ്യണം. അതിനെയെല്ലാം തിരിച്ച് ഗവൺമെന്റിലേക്ക് കൊടുക്കുക എന്ന ഒരു ഉത്തരവാദിത്തം കൂടെ നമ്മളുടെ കയ്യിലുണ്ട്. അത് വിത്തിൻ നവംബർ 30 ആണ് നമ്മൾ ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ 2023-24 ഫിനാൻഷ്യൽ ഇയറിൽ നമ്മളുടെ സൈറ്റിൽ കിടക്കുന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്, അതായത് ക്രെഡിറ്റ് ലെഡ്ജറിൽ കിടക്കുന്ന എമൗണ്ട് 2024-25 ഫിനാൻഷ്യൽ ഇയറിൽ സെപ്റ്റംബർ 30 മുമ്പ് നമ്മൾ ക്ലെയിം ചെയ്തില്ലെങ്കിൽ അത് നവംബർ 30 മുമ്പായിട്ട് റിവേഴ്സ് ചെയ്ത് കൊടുക്കണം എന്ന ഒരു പ്രോസസ്സ് കൂടെ ഉണ്ട്. എന്ന് വെച്ചാൽ ആ ITC നമുക്ക് ഇനി എടുക്കാനോ ഉപയോഗിക്കാനോ സാധ്യമല്ല, അത് ഗവൺമെന്റിന് തിരിച്ചു കൊടുക്കണം. അതായത് 2023-24 നമ്മൾ കൊടുത്ത ടാക്സ് സെപ്റ്റംബർ 30 വരെയും നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ ആ കൊടുത്ത ടാക്സ് എമൗണ്ട് നമ്മുടെ കോസ്റ്റ് ഓഫ് പർച്ചേസ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ബിസിനസ് എന്ന രീതിയിൽ നമുക്ക് തള്ളിക്കളയേണ്ടതായിട്ട് വരും എന്നർത്ഥം. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ITC ഇനെലിജിബിൾ ആണ് എന്നുള്ളത് കണക്ക് കൂട്ടുക? അതിനൊരു ചെറിയൊരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം 24-25 ഫിനാൻഷ്യൽ ഇയർ ആണ് നടപ്പ് വർഷം. അങ്ങനെ വരുമ്പോൾ 24-25 ഏപ്രിൽ 1 മുതൽ ഇങ്ങോട്ട് വന്നിട്ടുള്ള ITCകൾ അല്ലെങ്കിൽ ഇൻപുട്ട് ടാക്സുകളുടെ ടോട്ടൽ എടുത്ത് വെക്കുക. ടോട്ടൽ ആയിട്ട് നമ്മുടെ സൈറ്റിൽ കിടക്കുന്ന എമൗണ്ടുകൾ കൂടെ കണക്ക് കൂട്ടുക. എന്നിട്ട് ഈ ടോട്ടൽ സൈറ്റിൽ കിടക്കുന്ന എമൗണ്ട് മൈനസ് ഏപ്രിൽ 1, 2024-25 മുതലുള്ള എമൗണ്ട്, ഇതുവരെയുള്ള എമൗണ്ട്, ഇത് മൈനസ് ചെയ്യുക. ആ ബാലൻസ് എമൗണ്ട് മുഴുവൻ നമുക്ക് റിവേഴ്സ് ചെയ്യേണ്ടതാണ്. എന്ന് വെച്ചാൽ ഒരു ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. അപ്പോൾ 2023-24 ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയുള്ള എമൗണ്ട് അവിടെ കിടപ്പുണ്ടാവുമായിരിക്കും. ഇനി പുതിയ ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താ? ഈ 2024 ഏപ്രിൽ 1 മുതലാണല്ലോ. 2024 ഏപ്രിൽ 1 മുതൽ നമുക്ക് കിട്ടുന്ന ഇൻപുട്ട് ടാക്സുകളെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനുള്ള ഡേറ്റ് എന്ന് വരെയുണ്ട്? 2025 സെപ്റ്റംബർ 30 വരെയുണ്ട്. 2024 ഏപ്രിൽ 1 മുതലുള്ള ടാക്സുകളെ നമുക്ക് മൈൻഡ് ചെയ്യേണ്ട, അതിനെ മാറ്റിവെക്കാം. അതിന് മുമ്പ് എത്രയാണോ എമൗണ്ട് നമുക്ക് ഉണ്ടായിരുന്നത് അതിനെ മുഴുവൻ നമ്മൾ റിവേഴ്സ് ചെയ്യേണ്ടതാണ് എന്നതാണ് ഇതിന്റെ കൃത്യമായ ഒരു അർത്ഥം. ചുരുക്കത്തില് ഇത് റിവേഴ്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ ക്രെഡിറ്റ് ലെഡ്ജറിലെ ബാലൻസ് എന്ന് പറയുന്നത് 2024-25 ഫിനാൻഷ്യൽ ഇയറിലെ ഏപ്രിൽ 1 മുതലുള്ള ബാലൻസ് മാത്രമായിരിക്കും എന്നാണ്. എങ്ങനെയാണ് GST സൈറ്റിലൂടെ റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് ഈ ITC റിവേഴ്സ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇത് ഓൾറെഡി ഫയൽ ചെയ്ത ഒരു 3B റിട്ടേൺ ആണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ്. അതിൽ ITC എലിജിബിൾ ITC കോളം 4 4ാമത്തെ കോളത്തിനകത്താണ് നമുക്ക് ഡാറ്റ എൻ്റർ ചെയ്യേണ്ടത്. അതിൽ B1 എന്ന് പറഞ്ഞ ഓപ്ഷനിൽ, അതായത് Bയിൽ ITC റിവേഴ്സലിൽ അതിൽ 1ാമത്തെ ഓപ്ഷൻ ആസ് പെർ റൂൾസ് 38, 42, 43 ഓഫ് CGST റൂൾസ് ആൻഡ് സെക്ഷൻ 17(5) എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. ആ ഏരിയയിലാണ് നമുക്ക് IGSTയും CGSTയും SGSTയും ഒക്കെ ഇനെലിജിബിൾ ആയിട്ടുള്ള എമൗണ്ടുകൾ റിവേഴ്സ് ചെയ്യാനായിട്ട് കൊടുത്ത് കൺഫേം ചെയ്യേണ്ടത്. അതിനുശേഷം സാധാരണ പോലെ നമ്മൾ 3B റിട്ടേൺ ഫയൽ ചെയ്യുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെ ഫയൽ ചെയ്യുക. അപ്പോൾ ഈ പറയുന്ന ഈ കൊടുത്ത എമൗണ്ട് എത്രയാണോ ആ എമൗണ്ട് നമുക്ക് റിവേഴ്സൽ എന്ന് പറയുന്ന രീതിയിൽ നമ്മളുടെ ക്രെഡിറ്റ് ലെഡ്ജറിൽ നിന്നും തിരിച്ചു പോയി ഗവൺമെന്റിനെ യൂട്ടിലൈസ് ചെയ്യാവുന്ന രീതിയിലേക്ക് എത്തിച്ചേരുന്നതാണ്. അതിനുശേഷം നമ്മൾ നമ്മളുടെ ഡാഷ്ബോർഡ് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു വ്യത്യാസം അറിയാൻ സാധിക്കും. നമ്മളുടെ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ അത് കുറഞ്ഞിട്ടുണ്ടാവുമായിരിക്കും. ക്രെഡിറ്റ് ലെഡ്ജറിൽ എലിജിബിൾ ആയിട്ടുള്ള ITC എത്രയാണോ അത് മാത്രമേ അവിടെ കാണിക്കുള്ളൂ. സെറ്റ് ഓഫ് ചെയ്യുന്ന സമയത്ത് IGST എമൗണ്ട് യൂട്ടിലൈസ് ചെയ്തതിന് ശേഷം മാത്രമേ CGSTയും SGSTയും യൂട്ടിലൈസ് ചെയ്യപ്പെടുകയുള്ളൂ. ITC റിവേഴ്സലിനെ കുറിച്ചുള്ള ഏതാണ്ട് വ്യക്തമായ ധാരണ എല്ലാവർക്കും കിട്ടിയെന്ന് ഞാൻ കരുതുന്നു. മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.